ഉപ്പാനോട് തന്നെ മിണ്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾ. മിണ്ടാറുണ്ട്. ഏത് ഉപ്പാനോടും മിണ്ടൂല. ഭാര്യൻ്റെ ഉപ്പാനോട് സ്വന്തം ഉപ്പാനോട് മിണ്ടൂല. എങ്ങനെ ഉണ്ടാല് വീട്ടിൽ കയറുമ്പോൾ ഇതേതാ ഭാഷ തന്നെ മനസ്സിലാവില്ല. എന്തെന്നാ ചങ്ങന്മാർ നമുക്കൊക്കെ പറ്റി? നമ്മളെന്താ ഈ പഠിച്ചതൊക്കെ? ശരിക്കും ഈ പച്ച സാധുക്കളായ ഉപ്പമാരെ കൈയൊക്കെ പിടിച്ചിട്ട് മുസാഫത്തൊക്കെ കയറി എന്ത് രസമുണ്ടാവും. കിതാബിൽ പറയണത് രാവിലെയും വൈകുന്നേരം ഉപ്പാനൊക്കെ ഒന്ന് ചുംബിക്കാൻ പറ്റിയാൽ നല്ലതാണ്. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം ഒരാൾ വാങ്ങിനോ? സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്ന് പറയണ്ട്, അയാൾ ഈമാനോടെ മരിക്കും. ഉപ്പാനും ഉമ്മാരും പൊരുത്തമില്ലേ, അയാളുടെ എത്ര വലിയ ഖാദി മുദരിസ്, എത്ര വലിയ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാലും അയാൾ വിജയിക്കൂല. ഉപ്പാനോടും ഉമ്മാനോടുള്ള കടപ്പാട് പറയുന്നിടത്ത് കിതാബുകളിൽ കാണാം, ഉപ്പാനെയും ഉമ്മാനെയും ധിക്കരിച്ചിട്ട് ജീവിക്കുന്ന, ഭാര്യക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഉമ്മാനെ ചെറുതാക്കുന്ന ആരെങ്കിലും നിന്റെ സൗഹൃദ വലയത്തിലുണ്ടെങ്കിൽ അത് നീ ഒഴിവാക്കണം. നീ ഉപ്പാനോടും ഉമ്മാനോടും കടപ്പാട് അടിപൊളിയായിട്ട് നിർവഹിക്കുന്നുണ്ട്, പോരാ, നിന്റെ സുഹൃത്തുക്കളിൽ തന്നെ ഉപ്പാനും ഉമ്മാനും ധിക്കരിക്കുന്ന ഒരാളുണ്ടാവരുത്. എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിക്കുക. അറിയാം, ചില സുന്നത്തുകൾ തന്നെ ഉമ്മ നിർബന്ധിച്ചത് ഒഴിവാക്കണം എന്ന്. ഉമ്മ വാശിക്ക് പറഞ്ഞല്ല. ഒരു ഉദാഹരണം പറയാം. എന്തിനാ ഉദാഹരണം? നമുക്ക് എല്ലാം അറിയില്ലേ. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഉമ്മ വിളിച്ചു. ഉമ്മാക്ക് വിഷമാവും നമ്മൾ കൈ ഇളക്കിയിട്ട് പോയിട്ടില്ലെങ്കിൽ. പോകണം എന്നല്ല. സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരം ആരോടുള്ള വർത്താനം? അള്ളാഹിനോടുള്ള വർത്താനം. അവിടെ കൈ ഇളക്കണമെന്ന് അള്ളാഹിന്റെ നിയമമെന്ന് കൂലിയാണല്ലേ ഏറേണ്ടത്. ഈ പോട് ഉമ്മയെ വിളിച്ചു. അതിനേക്കാൾ ഇനി പറയണ്ടേ? ഉമ്മ പറയണം, മോനി ഇന്ന് പള്ളിയിൽ കൊണ്ടുപോകാനെ. മഴയും കാറ്റും കോളൊക്കെ ആയിട്ട് ഉമ്മാക്ക് ഒരു പേടി. കറണ്ട് ഇടക്കിടക്കേ പോകുന്നുണ്ട്, പവർ കട്ടായിട്ട്. മോനെ ഇവിടുന്ന് ജമാറ്റാക്കി മോനി മാമുന്ന് ഇന്നോ റമദാനിലത്തേനോ ഉമ്മ എന്താ പറയണത്? ഒരു മസലയും പറയാൻ നിൽക്കരുത്. ഉമ്മാക്കവിടെ വീട്ടിൽ നിന്ന് ജമാറ്റായിക്കോ. ഇസ്ബാത്തുൽ ഹുജ്ജത്തി അലൽ വാലിദീൻ മിൻ ഉഖൂഖിൽ വാലിദീൻ. ഉപ്പാക്കും ഉമ്മാക്കും എതിരെ നീ തൊഴഫെ നിഹായെന്ന് ഉദ്ധരിക്കാൻ പാടില്ല.